നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഷോളിൻ്റെ അറ്റത്ത് ലേസ് എങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലേസുകൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ ഇന്ന് ഏറ്റവും ചെറിയ ലേസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്നാണ് നോക്കുന്നത്. ഇതാണ് ലേസിൻ്റെ ഒറിജിനൽ സൈഡ്. നമ്മളിങ്ങനെ മറിച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തരി പോലും സീം അലവൻസ് കൊടുക്കാതെ ഏറ്റവും അറ്റത്തിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യണേ കേട്ടോ. ചെറിയ ലേസ് ആണെങ്കിലും അതിൻ്റെ സെൻറ്റർ ഭാഗത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് ഈ കോർണർ വശം വരുമ്പോൾ 2 സ്റ്റിച്ച് അകലമെങ്കിലും അവിടെ വെച്ച് നിർത്തി കൊടുക്കുക. പിന്നെ പ്രഷർ പൊക്കിയിട്ട് ലേസ് ഇതേപോലെ ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ എന്തെങ്കിലും ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആ കോർണർ ഭാഗം ഒന്ന് നേരേക്ക് കൊടുക്കുക. ലേസിന്റെ മുകളിലേക്ക് കയറ്റി അടിക്കരുതല്ല, അതിന് വേണ്ടിയിട്ട് കോർണർ വശത്തിന്റെ ലേസിന്റെ മുകളിൽ കയറ്റി അടിക്കരുത്. അതൊന്ന് ചെറുതായിട്ട് ഇതേപോലെ ടൂൾ വെച്ച് നീക്കി വെച്ച് കൊടുത്തിട്ട് വേണം താഴെയുള്ള മറ്റുള്ള ഭാഗങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട്. ലേസിന്റെ റൗണ്ട് ഡിസൈൻ മാത്രമാണ് ഇവിടെ പുറത്തേക്ക് കാണുള്ളൂ. വൈറ്റ് നൂലിട്ട് സ്റ്റിച്ച് ചെയ്താക്കണം. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ല, സ്റ്റിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതേപോലെ ഈ സൈഡിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മളുടെ അരിക്കൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് ഭാഗം ഇവിടെ സീം അലവൻസ് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ലേസ് ഇങ്ങോട്ട് പോരുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. നമ്മൾ രണ്ടാമത് മുകളിലേക്ക് ഒരു അടിപ്പും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലേസ് പോരില്ല. ഇങ്ങോട്ട് ലേസിന്റെ കണ്ടില്ല, ആ റൗണ്ടിലുള്ള ഡിസൈൻ മാത്രം പുറത്തേക്ക് കാണുന്നുള്ളൂ. ആ കോർണർ ഭാഗം നല്ല ഷാർപ്പായിട്ട് തന്നെ വന്നില്ലേ നോക്കി. അവിടെ എത്തിയതിന് ശേഷം ഇതേപോലെ പ്രഷർ പൊക്കിയിട്ട് താഴേക്ക് അടിച്ചു കൊടുക്കുക. ഷിഫോൺ ഷാളിന്റെ അറ്റത്ത് ഇതേപോലെ ചെറിയ ലേസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കട്ടിയില്ലാത്ത നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടന്നു. വളരെ ചെറിയ ലേസ് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെച്ചുപിടിപ്പിക്കാന്ന് മനസ്സിലായില്ല. എഡ്ജൊക്കെ കാണുന്നില്ല, ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യണ്ട. കോർണർ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണില്ലേ നോക്കിയേ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതിട്ടാ.